അതെ, എപ്പോഴും പറയുന്നതിനോടല്ല. ഇനി ഞാൻ ചത്തെന്ന് കേട്ടാൽ പോലും നീ വീട്ടിൽ കാലുകുത്തരുത്. കേട്ടോടി, ഇറങ്ങിപ്പോടി. ഇനി അവൾ പഠിക്കാൻ പോന്നേ ഉള്ളൂ. ആരാ പഠിക്കാൻ പോകുന്നത് കണ്ടറിയാം. എന്നോടാണോ? ഈ കാണിച്ചതൊക്കെ മോശമായി പോയി സാറേ. പിന്നെ ഇത്രയധികം വിവരദോഷിയും അഹങ്കാരിയായി ഇവളെ നമ്മുടെ പൂമാലയിട്ട് ആദരിക്കണോ? ആ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ ചേട്ടാ? ഓഹോ, നിങ്ങളൊക്കെ അവളുടെ സൈഡാണല്ലോ. നീയൊക്കെ കണ്ടല്ലടോ അവളിവിടെ എന്താ കാണിച്ചു കൂട്ടിയെന്ന്. അതൊരു ചെറിയ കാര്യമല്ലേ, സാറിനൊന്ന് ക്ഷമിച്ചൂടെ? അതേ, ഈ ഉപദേശം ഒരുമിച്ച് വേണ്ട കേട്ടോ. നീ ഒരു അറ്റൊരുത്തനായി ഈ പ്രശ്നം മൊത്തം തുടങ്ങി വെച്ചു. മായി വിലുമ്പിയ ഇതെവിടെ കിട്ടി? ഓ, കുറച്ച് ഉപ്പ് തന്നെ. ഉപ്പ് ഇതിൽ നിന്ന് എടുത്തോ. ഉപ്പ് കൈ തരാൻ പാടില്ല എന്ന് അമ്മയൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വഴക്ക് കൂടും. നീയൊക്കെ ഏത് കാലത്താണ് ഈ ജീവിക്കുന്നത്? അതെങ്ങനെ കുറേ റീലും കണ്ടിരിക്കും, യൂട്യൂബിൽ കുറേ വീഡിയോസും കണ്ട്. എന്തെങ്കിലും ഒരു ന്യൂസ് നീ കാണുമോ? ഒരു പത്രം വായിക്കുമോ? ഇവിടെ കുറേ ബുക്ക് ഉണ്ട്, അത് വായിക്കുമോ? എൻ്റെ പൊന്ന് ചേട്ടാ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്നാ ഉപ്പ് എന്തെന്നോടി കാണിക്കുന്ന നീ പോത്തെ? ഉപ്പ് കയ്യിൽ തരുമ്പോഴേ ഒന്ന് നുള്ളണമെന്നും കൂടെ അമ്മ പറയാറുണ്ട്. എന്ത് ബോധമില്ലാത്ത ഒരുത്തിയാടി നീ. നീ പോത്താണോ വെറും? എന്തിനിങ്ങനെ ചൂടാവണം? ചൂടാവും. കാരണം ഒരു ലോക വിവരം നിനക്കുണ്ടോ? എന്തൊക്കെ ഒരു കാര്യം നിനക്കറിയോ? ഇസ്രായേലിൽ പാലസ്തീനിൽ നടക്കുന്നത് എന്താ നിനക്കറിയോ? ഇന്ത്യയിൽ നടക്കുന്ന എന്താ അറിയോ? ബീഹാറിലാരെ ജയിച്ചെന്ന് നിനക്കറിയോ? കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയോ? എല്ലാം പോട്ടെ, ഈ വാർഡിലെ മെമ്പറെ അറിയോടി നിനക്ക്? ഏട്ടനൊരു ചായ ഇടാൻ അറിയോ? ഓടിച്ചിട്ട് തർക്കുത്തരം പറയും അല്ലേ? തർക്കുത്തരം പറയുന്നത് നീ. ഇന്നേക്കാൾ നല്ലതേ കുറേ പോത്തുങ്ങൾ ഇവിടെ വാങ്ങി നിർത്തുന്ന. വെറുതെ അവറ്റങ്ങളൊന്നും വാങ്ങിക്കണ്ട. അവരെയും കൂടി കഷ്ടപ്പെടുത്തണ എന്തിനാ? അപ്പം നീ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നേന്ന് അല്ലേ? കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ പോ, ഇറങ്ങിപ്പോടി. ഞാൻ പോവും. പോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നല്ലേ ജീവിതം. എന്താണ് കുട്ടിയെ, എല്ലാവരും എന്നെ പോലെ പ്രഷർ താകണമെന്നില്ല. അതെ, നീ എന്നെ ഉണ്ടാക്കിയ തന്തയാവല്ലേ? അപ്പൊ ശരിക്കും സാറിന് ചായ ഇടാനൊന്നും അറിയില്ലടേ. സാറിന് എപ്പോഴും എന്നെ തുറന്നു നോക്കാൻ മാത്രമേ അറിയുള്ളൂ. ഒറ്റ എണ്ണം മുണ്ടിയാൽ എല്ലാത്തിനെയും വലിച്ചാൽ പുറത്തറിയും. ഇതല്ലേ ഞാൻ ചായപ്പൊടിയല്ല, ഞാൻ കുരുമുളക് പൊടിയാ. ആശാനെ, എന്നെ ഓഫീസിലിട്ട് പോ, അല്ലെങ്കിൽ വീട് ഞാൻ കത്തിക്കും. ഇപ്പൊ എല്ലാരും ചത്തേനടേ. നിന്റെയൊക്കെ അസുഖം എന്താ നിനക്കറിയാം? അവളുടെ തൊടലും തലടലും ഒക്കെ കിട്ടി അങ്ങ് സുഖിച്ചിരിക്കുക. അതാ നീയൊക്കെ അവളുടെ സൈഡ്. ആ ഒരാഴ്ച എൻ്റെ മൂക്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ ഒരാഴ്ച അവൾ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ഐറ്റം ഈ അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കും. യൂട്യൂബ് നോക്കിയായിരിക്കും. യൂട്യൂബൊക്കെ എന്നുണ്ടായതാടാ. അതിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന അന്തസ്സുള്ള പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടിൽ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അതൊക്കെ ഈസി ആയിട്ട് ഞാൻ കാണിച്ചുതരാം. അവരെ കൊണ്ടുവരും ഞാൻ ഇവിടെ. പൈസ ഉണ്ട് ഇതൊക്കെ.
ഹലോ ആ ഇന്ന് വരുമോ? ഓക്കെ. എടാ എനിക്കൊരു ഡിമാൻഡും ഇല്ല. പൈസ എത്ര കൊടുക്കാനും ഞാൻ റെഡിയാണ്. എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയണം, നല്ല വൃത്തിയും വേണം. പൈസ എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ. ഇന്ന് വരുമോ? വന്നോ? ഓക്കെ ഞാൻ നോക്കാം. ഓക്കേടാ, താങ്ക് യു. ഹായ്. മിസ്റ്റർ ബിബിൻ, യെസ് മേ പ്ലീസ്.